ബിഗ് ബോസ് മലയാളം സീസൺ 7 രണ്ടാമത്തെ പണിപ്പുര ടാസ്കും കുളമാക്കിയിരിക്കുകയാണിപ്പോൾ. ടാസ്കിൽ പങ്കെടുക്കാൻ എല്ലാവരും കൂടെ 3 പേരെ തിരഞ്ഞെടുക്കാൻ ബിഗ് ബോസ് പറയുന്നു. അങ്ങനെ എല്ലാവരും കൂടെ അനീഷ്, ആര്യൻ, ജിസൽ എന്നിവരെ തിരഞ്ഞെടുത്തു. ടാസ്കിൽ വിജയിച്ചാൽ 750 പോയിന്റ് കിട്ടും. ടാസ്ക് എന്തെന്ന് വെച്ചാൽ ആക്ടിവിറ്റി ഏരിയയിൽ 3 കാർഡുണ്ടാകും. ഓരോരുത്തരും ഓരോ കാർഡ് വായിക്കണം. ഇതിൽ ആദ്യം വായിച്ചത് നമ്മുടെ അനീഷ് ആയിരുന്നു. ഇപ്പം മുതൽ സീസൺ കഴിയുന്നത് വരെ മിണ്ടാതെ നിൽക്കണം എന്നായിരുന്നു അനീഷ് വായിച്ചത്. നിങ്ങൾക്കിപ്പോൾ തന്നിരിക്കുന്ന ജ്യൂസ് കുടിക്കാം, ഇതായിരുന്നു ആര്യൻ വായിച്ച കാർഡിൽ. ജിസൽ വായിച്ച കാർഡിൽ നിങ്ങളിൽ ഒരാൾ തല മൊട്ടയടിക്കണം എന്നായിരുന്നു. ഈ 3 ടാസ്കിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്ന് ബിഗ് ബോസ് പറയുന്നു. ഇവിടെ ബ്രില്യൻ്റ് എന്നെന്ന് വെച്ചാൽ ആദ്യം വായിച്ച അനീഷ് പിന്നെ ഒരക്ഷരം മിണ്ടാതെ അങ്ങനെ തന്നെ മിണ്ടാതെ ഒരേ നിൽപ്പായിരുന്നു. മുടി മൊട്ടയടിക്കാൻ നമ്മുടെ ജിസലും ആര്യനും തയ്യാറുമല്ല. ഇവർ കുറേ നേരം തർക്കിച്ചു നിന്നെങ്കിലും ധൈര്യപൂർവ്വം തയ്യാറാവുന്നില്ല. ആര്യൻ കുറേ തൊണ്ടിന്യായങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാനൊരു ഹിന്ദുവാണ്, വിശ്വാസപ്രകാരം അച്ഛൻ മരിക്കുമ്പോൾ മാത്രമാണ് ഞങ്ങൾ തല മൊട്ടയടിക്കാറ് എന്നൊക്കെ പറഞ്ഞ് ആര്യൻ തടി ഊരാൻ നോക്കുന്നുണ്ട്. ജിസലാണെങ്കിൽ ഞാൻ പെണ്ണല്ലേ, ഞാൻ എങ്ങനെ മൊട്ടയടിക്കും എന്ന് പറഞ്ഞ് ഊരാൻ നോക്കുന്നുണ്ട്. പിന്നെ ബിഗ് ബോസ് എല്ലാവരെയും ആക്ടിവിറ്റി ഏരിയയിൽ വിളിച്ച് ഒരു തീരുമാനത്തിലെത്താൻ പറയുന്നുണ്ട്. അക്ബറും അപ്പാനിയും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ 3 പേരും ഒരു തീരുമാനത്തിലെത്താത്തത് കൊണ്ട് ഈ ടാസ്കും പരാജയപ്പെട്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ അക്ബർ ചുമ്മാ ഷോ ഇറക്കി അനീഷിൻ്റെ നേരെ പില്ലോ എറിഞ്ഞ് നീ കാരണമാണ് ടാസ്ക് തോറ്റത് എന്നൊക്കെ പറഞ്ഞ് വെറുതെ കിടന്ന് വയലൻ്റ് ആകുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ അനീഷിൻ്റെ മൈൻഡ് ഗെയിം അപാരം തന്നെയാണ്. അനീഷ് ടാസ്ക് ലെറ്ററിൽ എഴുതിയതുപോലെ ഇപ്പോൾ മുതൽ സംസാരിക്കരുത് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അനീഷിൻ്റെ ഗെയിം നല്ല വൃത്തിക്ക് കളിച്ചു എന്ന് തന്നെ വേണം കരുതാൻ. കൂടുതൽ അപ്ഡേറ്റുമായി വീണ്ടും വരാം.